no hope, you can still go. I never answer to no, man, I still go. Go, 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 yeah, go, go, go. Take me back to a place where I felt at home. Take me back to a day when we weren't alone. Take me back to an age when the world felt small. Way back before we blew it all. ഫോർട്ട് S16 നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ 100% പാട്ടിട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ആ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് കേട്ടത്. നിങ്ങൾക്ക് എന്തുമാത്രം ആ ഒരു ഔട്ട്പുട്ട് മനസ്സിലായി എന്നറിയത്തില്ല, ഒരു ക്വാളിറ്റി. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മിവി ഫോർട്ട് S16 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടായി ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഫോർട്ട് S16 16 വാട്ട് മിനി സൗണ്ട് ബാർ ചെയ്തിട്ടുണ്ട്. പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് തന്നെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പറയുന്നത് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് പറഞ്ഞില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ നോക്കുകയാണെങ്കിൽ ജൂലൈ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2999 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1499 ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 1299 രൂപയായിരുന്നു. ചില സമയങ്ങളിൽ 1349 രൂപയ്ക്ക് ഇത് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് മറ്റൊരു കളർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കുവാണെങ്കിൽ ആകെ കാണാൻ പറ്റുന്ന ഈ ഒരു കളർ തന്നെയാണ്. ഇനി ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സാധനം ഇവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഇതിന്റെ കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു യൂസർ ഗൈഡ് ഉണ്ട്, അതുപോലെ തന്നെ വെൽക്കം നോട്ട് ഉണ്ട്, കൂടാതെ ഒരു വാറന്റി രജിസ്റ്റർ ചെയ്യാനുള്ളൊരു കാർഡും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിൾ ഉണ്ട്, ഒരു ടൈപ്പ് സി കേബിളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിവി ഫോർട്ട് S16. എന്തായാലും ഒരു ഒറ്റ നോട്ടത്തിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഏതോ ഒരു പ്രോഡക്റ്റ് പോലെ നമുക്ക് തോന്നിക്കുമെങ്കിൽ പോലും ഇതിന്റെ വില എന്ന് പറയുന്നത് 1500 രൂപ മാത്രമേ ഉള്ളൂ. ഏറ്റവും മുന്നിലായിട്ട് മിവിയുടെ ലോഗോ ഉണ്ട്, കൂടാതെ മുകളിലായിട്ട് MFB ബട്ടൺ കാണാം, അതുപോലെ തന്നെ ഒരു മൈനസ് ബട്ടൺ, പ്ലസ് ബട്ടൺ, കൂടാതെ ഒരു മോഡ് ബട്ടൺ കാണാൻ സാധിക്കും. മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ പറ്റും. പിറകിൽ നോക്കുവാണെങ്കിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഓക്സ് ഉണ്ട്, TF അതായത് നമ്മുടെ മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് സി നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം കാണാം. എന്തായാലും ഈ ഒരു ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡ്സ് നമുക്കിപ്പോൾ ഓക്സ് കേബിൾ കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ മെമ്മറി കാർഡും ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്തും കണക്റ്റഡ് ആണ്. നമ്മൾ ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ മോഡുകളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ആ ഒരു ബുഷ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അത് അവിടെ അങ്ങോട്ട് ഇരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കണ്ടോ, നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തെന്നി പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. 35 സെന്റിമീറ്റർ ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന്റെ നീളം. അതുപോലെ തന്നെ വിഡ്ത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 6 to 7 സെന്റിമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഓവറോൾ ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 2000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഇതിലുള്ളത്. എന്നാൽ പോലും അപ് ടു 6 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത്. എന്തായാലും നമ്മളൊരു 70% കേട്ടാൽ മാത്രമേ ആ ഒരു 6 hours എത്തത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊരു 5ലേക്കോ അല്ലെങ്കിൽ 4ലേക്കോ പോകുന്നതിൽ വേറെ ഒരു സംശയവും ഇല്ല. പക്ഷേ ഒരു 70% നമ്മൾ പാട്ടിട്ടാൽ പോലും അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആണ് കേട്ടോ. സോ നമ്മൾ 100% അങ്ങനെ പാട്ടിടേണ്ട ആവശ്യം വരത്തില്ല. ഇനി ബേസിക് ബട്ടൺ കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ MFBയിൽ ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആരെയാണോ റീസെന്റ് ആയിട്ട് വിളിച്ചേക്കുന്നത് അവരിലേക്ക് കോൾ അങ്ങോട്ട് റീഡയറക്റ്റ് ആവും. കൂടാതെ പ്ലസ് ബട്ടണിൽ നമ്മൾ 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, മൈനസിൽ നമ്മൾ 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ പ്ലസിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, മൈനസിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എമ്മിൽ നമ്മൾ അങ്ങോട്ട് ഓരോ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മോഡ്സ് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിവി ഫോർട്ട് S16 ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. നമ്മൾ ബ്ലൂടൂത്തോട്ട് മൊബൈൽ ബ്ലൂടൂത്തോട്ട് കണക്ട് ചെയ്തിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരുവാണെങ്കിൽ ഈ ഒരു സ്പീക്കറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാണ്ട് തന്നെ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ അവർക്ക് കേൾക്കുന്ന ഒരു ക്വാളിറ്റി ഇത് തന്നെ ആയിരിക്കും. സോ ആ ഒരു മൈക്ക് ക്വാളിറ്റി ഉണ്ട്. എന്തായാലും വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആയതുകൊണ്ട് നമുക്ക് യൂട്യൂബിലെ വീഡിയോ ആണെങ്കിൽ പോലും അല്ല ഇന്റേണൽ എക്സ്റ്റേണൽ പ്ലെയറിലെ വീഡിയോസ് പോലും ഒരു ലേറ്റൻസി ഇഷ്യൂ ഇല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗെയിം കളിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല. കാരണം ഒരു സൗണ്ട് ബാർ വാങ്ങിക്കുന്നത് നമ്മൾ ഗെയിം കളിക്കാനല്ല, കൂടുതൽ ഇതുപോലെ മൂവീസ് കാണാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനായിരിക്കും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ.
ഉള്ളൂ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 16 വാട്ടിന്റെ പവർ ഔട്ട്പുട്ട് ആണ്, കൂടാതെ 2 സ്പീക്കേഴ്സും ഉണ്ട്. സോ അതിന്റെ ഒരു കാര്യം വെച്ച് പറയുമ്പോഴത്തേക്ക് SBC AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ടിട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ല. എന്നാൽ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആകും. കാരണം വെച്ചാൽ ഭയങ്കര ബേസ് നമുക്ക് ആക്ച്വലി ഈ ഒരു സൗണ്ട് ബാറിൽ നിന്ന് കിട്ടുന്നില്ല. എന്നാൽ ബേസ് ഉണ്ടോ എന്ന് വെച്ചാൽ ബേസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു ബേസ് ലവേഴ്സ് ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ബേസ് ഇല്ല. ആവശ്യത്തിന് മാത്രമുള്ള ഒരു ബേസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളൊരു വോക്കൽ ലവർ ആണ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു S16 എന്ന് പറഞ്ഞ സൗണ്ട് ബാറിലേക്ക് പോകാം. സൗണ്ട് ബാറിൽ പൊതുവെ ബേസ് ഉണ്ടോ എന്ന് വെച്ചാൽ ബേസ് ഉണ്ട്, പക്ഷേ പിന്നെ ഇതിന്റെ വില നമ്മൾ നോക്കണം, 1500 രൂപയേ ഉള്ളൂ. 16 വാട്ട് ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് 100% ഇടുമ്പോഴത്തേക്ക് ഈ ഒരു റൂമിലൊക്കെ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ പുറമേ നടക്കുന്ന ഒന്നും അറിയപ്പെടത്തില്ല. അത്രയ്ക്കും നല്ല ലൗഡായിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിരിക്കുമ്പോഴത്തേക്ക്. പക്ഷേ ഓക്സ് കേബിൾ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആകെ ഇപ്പോൾ 2 മോഡ്സ് മാത്രമേ നോക്കിയുള്ളൂ, ഒന്ന് ബ്ലൂടൂത്തും ഒന്ന് ഓക്സ് കേബിളും. ഈ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്തിൽ നമ്മളൊരു 70% കേൾക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായിരിക്കും ഓക്സ് കേബിൾ നമ്മൾ 100% ഇടുമ്പോൾ പോലും കിട്ടുന്നത്. അതായത് എൻഹാൻസ്ഡ് അല്ല ഓക്സ് കേബിൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക്. അത് ഇവരെ കൂടെ കിട്ടുന്ന ഈ ഒരു ഓക്സ് കേബിളിന്റെ ക്വാളിറ്റി ഇഷ്യൂ ആണോ എന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം ബോട്ടിന്റെ 450 പ്രോയിലും ഇതേ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലൂടൂത്ത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല 70%, ഒരു 60 to 70% നല്ല ലൗഡായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ കമ്പനി തന്നെ പറയുന്നുണ്ട് 70% നിങ്ങൾ കേട്ടാൽ പോലും 6 hours നമുക്ക് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 70%-ലൊക്കെ അത്യാവശ്യം നല്ല ലൗഡായിട്ട് തന്നെ പാട്ട് കേൾക്കാനും എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഞാൻ പല രീതിയിലുള്ള പാട്ടുകൾ കേട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആണ്, ഡിസ്ട്രാക്ഷൻ ഒന്നും തന്നെ സംഭവിച്ചില്ല. പിന്നെ ആകെ എനിക്ക് വീണ്ടും പറയാനുള്ളത് ആ ഒരു ബേസിന്റെ ഇഷ്യൂ മാത്രമാണ്. ഭയങ്കര ബേസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു S16 എന്ന്. എന്തായാലും ഇപ്പൊ പറഞ്ഞത് എന്റെ അനുഭവമാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു Mivi Forte S16 ബേസ് ഉണ്ട്, എന്നാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1490 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾക്ക് നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. അതായത് ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടുള്ള എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ്, എന്നാൽ ഇതിനകത്ത് നമുക്ക് എന്താ പറയുക പല മോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു ഔട്ട്പുട്ട് കൂടുതലാണ് കിട്ടുന്നത്. 16 വാട്ട്സ് ഉണ്ട്. 16 വാട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലൗഡാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയണത്, നിങ്ങളൊരു വലിയൊരു ഹോളിൽ പോലും 100%-ലൊക്കെ നിങ്ങൾ ഇതിനകത്ത് പാടിടുവാണെങ്കിൽ ആ ഹോള് പൂർണ്ണമായും കേൾക്കും. അത്യാവശ്യം നല്ല മുഴങ്ങി കേൾക്കുന്ന രീതിക്ക് തന്നെയായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളതിൽ വേറൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ TV-ലൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടൊക്കെ കേൾക്കാം, അതല്ലെങ്കിൽ വീഡിയോസൊക്കെ മൂവീസൊക്കെ കാണുന്നതിലും വേറെ ഒരു പ്രശ്നവും വെക്കേണ്ട. 1490 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്, അല്ലെങ്കിൽ വേറൊരു സംശയം വെക്കേണ്ട. 1390 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1290 രൂപയ്ക്ക് നിങ്ങൾ ഫസ്റ്റ് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വാങ്ങിച്ചിരുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് വർത്ത് തന്നെയായിരുന്നു ഈ ഒരു Mivi Forte S16. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Mivi Forte S16-നെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടും ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.